നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സംഭവബഹുലമായ ഒരു മാസം കൂടെ ഞങ്ങളെ പിന്നിട്ടിരിക്കുന്നു. പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷയോട് പ്രവേശിക്കുന്നു. ദിവ്യമായ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി തരണമേ. ഈ ആരാധനയിൽ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധി ബോധത്തോടുകൂടെ ഇതിൽ പങ്കുചേരുവാൻ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ദൈവനാമം മഹത്വപ്പെടണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 27-ാം കീർത്തനം, ആദ്യത്തെ 3 ചരണങ്ങൾ. കീർത്തനം 27. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായ് നിന്നെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ,
ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ടും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനെല്ലാം പാപം ഒഴികെയും സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുമടക്കി മൗനമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള പ്രാർത്ഥനയിൽ ഒത്തുചേരാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴിയിൽ തെറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യവുമില്ല. അശ്വന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യത്വത്തോടെ ചെയ്യുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നത് വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ ബോധത്തിനായി ഞങ്ങളിൽ ദൈവഭക്തിയോട് നീതിയോടും സ്വഭാവത്തോടും നടക്കേണ്ടത് ക്രിസ്തുവിന്റെ കൃപയാലേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവും പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 95-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ 7 വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. ഒരുവേ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്വന്തത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ ഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളും ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ വരഞ്ഞിരിക്കുന്നു. വരുവീൻ നാം നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ചവരുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോൾ എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. സങ്കീർത്തനം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. കുരുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയോട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോൾ എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ 1-ാം പാഠം വായിക്കുന്നു. 1-ാം പാഠം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യം മുതൽ 38-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പീൻ. പുറപ്പാട് 40-ാം അധ്യായം 34-ാം വാക്യം മുതൽ 38-ാം വാക്യം വരെ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിന്റെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇവിടെ പാഠം അവസാനിക്കുന്നു. 3 വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. കർത്താവിന്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ആകാശവിധാനത്തിൻ മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സകല സസ്യവർഗ്ഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. വെള്ളത്തിൽ ചലിക്കുന്ന തിമിംഗലാദി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പർവ്വതങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ, കർത്താവിന്റെ ദാസരെ കർത്താവിനെ വാഴ്ത്തുവീൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനന്യാവും അസരിയാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലം
പരമമണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്ക് സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാമത്തെ പാഠം. രണ്ടാം പാഠം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പീൻ. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയെ തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കും. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോട് ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാൾക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം കേൾപ്പീൻ. Gospel according to Saint Luke, chapter 24, beginning at verse 13. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു.
സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിൽ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രേനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവരെ കണ്ടില്ലതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരുകളെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കി തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ക്രിസ്തീയ ഗീതങ്ങളിൽ 401-ാമത്തെ ഗീതം, ആദ്യത്തെ 3 ചരണങ്ങൾ. ഗീതം 401.
കണ്ണുകളെ അടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് ഏറ്റവും പ്രസാദമായിരിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. Our main business is not to see what lies empty at a distance, but to do what lies clearly at hand. അങ്ങ് വിദൂരതയിൽ അവ്യക്തമായത് കാണുന്നതിലല്ല, തൊട്ടടുത്ത് വ്യക്തമായുള്ളത് കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തോമസ് കാർലൈലിന്റെ ഈ വാക്കുകൾ വളരെയധികം ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഡോക്ടർ വില്യം ഓസ്ലോ. 1871 മോൺട്രിയൽ ജനറൽ ഹോസ്പിറ്റലിലെ തന്റെ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഓസ്ലോ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു. ആര് തനിക്ക് ജോലി നൽകും? എന്ത് തരത്തിലുള്ള ജോലിയാണ് തനിക്ക് ലഭിക്കുവാൻ പോകുന്നത്? ഭാവി അവ്യക്തമായി തോന്നിയപ്പോഴാണ് തന്റെ ആകുലതകൾ മാറ്റിവെച്ച് അടുത്ത നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുവാനായിട്ട് പ്രേരണയായി തീർന്നു. പിൽക്കാലത്ത് ജോൺ ഹോപ്കിൻസ് സ്കൂൾ ഓഫ് മെഡിസിൻ അദ്ദേഹം സ്ഥാപിച്ചത് ചരിത്രമാണ്. ആകുലത ആടുന്ന കസേര പോലെയാണ് എന്ന് നാം പറയാറുണ്ട്. അതിലിരുന്ന് നമുക്ക് സുഖമായി ആടാം, പക്ഷെ അത് നമ്മളെ ഒരിടത്തിലും എത്തിക്കുകയില്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം പോസ്റ്റ് റിസറക്ഷൻ എപ്പിസോഡായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചില ശിഷ്യന്മാര് യേശു ഉയർത്തതായി കണ്ടറിഞ്ഞു, ചിലര് അത് കേട്ടറിഞ്ഞു. എന്നാൽ യഹൂദന്മാർ മറ്റു ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ചില അവ്യക്തമായ സംസാരങ്ങളുടെ മധ്യത്തിൽ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് യേശു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭമാണ് ഈ എമൗസ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ചില ചിന്തകളെ നാം ഇന്ന് വേദഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തെ ആസ്പദപ്പെടുത്തി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യേശുവിനോടുള്ള സംസർഗം ജീവിതയാത്രയിൽ അനുഭവിക്കാം. 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമൗസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ ശിഷ്യന്മാരാണ് എന്നൊന്നും അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവർക്ക് യേശുവിന്റെ ശിഷ്യന്മാരെ അറിയാമായിരുന്നു എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു പക്ഷെ അവർ പെസഹ ആചരണത്തിന് വേണ്ടി എമൗസ് എന്ന ഗ്രാമത്തിൽ നിന്ന് യെരുശലേം പട്ടണത്തിലേക്ക് വന്നതാകാം. ആ നാളുകളിൽ യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ടായിരുന്നു എന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹോശന്നയിൽ കണ്ട യേശുവിനെ അല്ല പിന്നീട് അവർക്ക് കുരിശിൽ കാണുവാനായിട്ട് സാധിച്ചത്. യേശുവിനെ കുറിച്ച് അവർക്ക് ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആകുലതകളാണ് യേശുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ കുറിച്ച് അവരവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അവരുടെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തി. ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഹൃദയത്തോടെ അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് നടക്കുമ്പോഴാണ് യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നത്. യേശു അവരുടെ യാത്രയുടെ അവസാനം വരെ അവരോട് ചേർന്ന് നടന്നതായി നമ്മൾ വായിക്കുന്നു. ഈ യാത്ര ആ 2 പേർക്കും ഒരു തിരിച്ചറിവിന്റെ യാത്രയായിരുന്നു. അവരുടെ ഈ തിരിച്ചറിവിന്റെ യാത്ര ആരംഭിക്കുന്നത് അവസാനിച്ച മറ്റൊരു യാത്രയിൽ നിന്നാണ് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ എമൗസിലെ യാത്രകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് 2 ചിന്തകളായി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒന്നാമതായി, അവിടെ പരിചയപ്പെടുത്തുന്ന കൂടെ ഇരിക്കുന്നവനായ
സഹയാത്രികനായ ദൈവം. 23-ാമത്തെ സങ്കീർത്തനം നാം ഇന്ന് ഒരുമിച്ച് ചേർന്ന് ചൊല്ലി. 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും എന്ന് കർത്താവ് താനും അരുളി ചെയ്തിട്ടുണ്ട്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദി അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ്, പരിധിയില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. യേശുവിനെ ഈ ശിഷ്യന്മാർക്ക് വളരെ നന്നായി അറിയാമായിരുന്നു. ഉയർപ്പിന് ശേഷം യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർ കഴിയാതെ ഇരിക്കുമ്പോൾ, യേശുവിന്റെ ആണിപ്പാടുള്ള കരങ്ങളെയും യേശുവിന്റെ നിലാപ്പുറത്തെയും മനസ്സിലാക്കുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോഴും കർത്താവ് അവരോട് ചേർന്ന് നടന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. തന്നെ അറിയാതെ ഇരിക്കുന്നിടത്ത് തൻ്റെ കൂടെ നടക്കുവാനായിട്ട് യേശു കർത്താവിന് ഒരു പോരായ്മയായിട്ട് അവിടെ തോന്നുന്നില്ല. ഈ ശിഷ്യന്മാർ തന്നെ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ കൂടെ നടക്കുന്നതിന് യേശുവിന് അതൊരു പോരായ്മയായി തോന്നുന്നില്ല. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് നാം നടിക്കുമ്പോഴും ഉള്ളിൽ സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മോട് ചേർന്ന് നടക്കുന്നു എന്നുള്ളത് വലിയൊരു വസ്തുതയായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, എമ്മൗസ് യാത്ര സംശയങ്ങളുടെയും ആകുലതകളുടെയും ആയിരുന്നുവെങ്കിൽ യെരുശലേമിലേക്കുള്ള അവരുടെ മടക്കയാത്ര ഉത്സാഹത്തിൻ്റെതായിരുന്നു. They were excited to proclaim that Jesus is risen. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം അവനെ ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് അവർ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ശിഷ്യന്മാരോട് പ്രഖ്യാപിക്കുകയാണ്. ഇനിയും സംശയത്തിന്റെ ഒരാവശ്യവുമില്ല, ആകുലതകൾ വേണ്ട, ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി എന്ന് സഹശിഷ്യന്മാരോട് ആ രാത്രിയിൽ തന്നെ മടങ്ങിച്ചെന്ന് പറയുവാനായിട്ടുള്ള ആർജവം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനൊപ്പം അണിചേരാൻ ശിഷ്യ സമൂഹത്തിന് ഈ സാക്ഷ്യവും ഈ വെളിപ്പെടുത്തലും പ്രചോദനമായി തീർന്നു എന്നുള്ളതും ചരിത്ര വസ്തുതയാണ്. യേശു അവരുടെ സഹയാത്രികനായിട്ടാണ് എമ്മൗസ് യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ യേശുവിന്റെ സഹയാത്രികരായി അവർ ശിഷ്യ സമൂഹത്തോട് ചേരുന്നതായി പിന്നീട് നമ്മൾ വായിക്കുന്നു. യേശു അവരുടെ സഹയാത്രികനായിട്ടാണ് എമ്മൗസ് യാത്രയിൽ അവരോടൊപ്പം ആരംഭിക്കുന്നതെങ്കിൽ യേശുവിന്റെ സഹയാത്രികരായി അവർ ശിഷ്യ സമൂഹത്തോട് ചേരുന്നതായി പിന്നീട് നാം ആ വേദഭാഗത്ത് വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ, നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രചോദനമാണ്. യേശുവിന്റെ മരണത്തോടു കൂടി എല്ലാം നഷ്ടമായി, എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു എന്ന് നിരാശയോടുകൂടി ചിന്തിച്ച് യാത്ര തിരിച്ച ഈ രണ്ട് പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷയും ധൈര്യവും പ്രചോദനവും യേശു ഈ യാത്രാമധ്യേ നൽകുകയാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ഒട്ടും വ്യത്യസ്തമല്ലല്ലോ. പ്രതീക്ഷ നഷ്ടമായ ഈ ശിഷ്യന്മാരെ പോലെയാണ് ഒരുപക്ഷെ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. നമ്മുടെ ചിന്താകുലങ്ങളാൽ നാം ഭാരപ്പെട്ട് നാം ഭവനങ്ങളിലായിരിക്കുന്നതെങ്കിൽ ഓർക്കുക, യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മോട് കൂടെയുണ്ട്. യേശുവിനോടുള്ള സംസർഗത്തിൽ നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടരാം. രണ്ടാമതായിട്ട് യേശുവിനോടുള്ള സംസർഗം വചനത്തിലും തിരുമേശയിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ ദൃശ്യമായ സാന്നിധ്യം അല്ലെങ്കിൽ നേരിട്ടുള്ള സാന്നിധ്യം ലഭ്യമാകാത്ത വരാൻ പോകുന്ന നാളുകളിൽ എങ്ങനെ ദൈവവചനവും തിരുവത്താഴ ശുശ്രൂഷയും യേശു സാന്നിധ്യത്തെ അനുഭവിക്കുന്നതിന് സഹായകരമായി തീരുമെന്ന് യേശു ഈ രണ്ടു പേർക്കും കാട്ടിക്കൊടുക്കുകയാണ്. മനുഷ്യ സഹജമായ അന്ധതയിലും അജ്ഞതയിലും ദൈവവചനവും തിരുമേശയും എങ്ങനെ നമുക്ക് പ്രതീക്ഷയും അനുഗ്രഹവുമായി തീരുന്നു എന്ന് ഇവിടെ ലൂക്കോസ് പറയുകയാണ്. ലൂക്കോസ് അത് വളരെ തന്മയത്വത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും തിരുവെഴുത്തുകളിലും യേശുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും യേശു കർത്താവ് അവിടെ രണ്ടുപേർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ തിരുവെഴുത്തിലൂടെ യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
അതിനുശേഷം അവർ യേശുവിനോട് ഞങ്ങളോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞതായി ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. സ്റ്റേ വിത്ത് us tonight. ഞങ്ങളോടുകൂടെ ഇന്ന് പാർക്കുക. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിലെ തിരുവത്താഴ ശുശ്രൂഷയും ദൈവവചനവും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു. അതിൽ ലൂക്കോസ് തന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ഭക്ഷണ മേശയെക്കുറിച്ച് പല ആവർത്തി പലയിടങ്ങളിലായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഓരോ ഭക്ഷണ മേശയും ലൂക്കോസിന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. യേശു തന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിയ സന്ദർഭമായിരുന്നു ഓരോ ഭക്ഷണ മേശയും എന്ന് നാം പഠിക്കുമ്പോൾ, ഈ വേദഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സംഭവങ്ങളുമായി ലൂക്കോസ് ഈ ഭാഗത്തെ ബന്ധപ്പെടുത്തുമ്പോൾ യേശു തന്നെ സ്വയം വെളിപ്പെടുത്തിയതായി ഈ എമ്മൗസ് സംഭവത്തെയും വിവരിച്ചിരിക്കുന്നു. യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവൻ അവർക്ക് ഉടനെ അപ്രത്യക്ഷനായി. ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എഴുതുമ്പോഴും സമാന സംഭവങ്ങളെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. എത്യോപ്യ ഷണ്ടനെ സ്നാനപ്പെടുത്തിയ ശേഷം ഫിലിപ്പോസ് അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നു. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ച ശേഷം ദൂതനും അവിടെ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. ലൂക്കോസ് എമ്മൗസ് സംഭവത്തിലും യേശു അവർക്ക് അപ്രത്യക്ഷനായി എന്ന് വിവരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഊന്നി പറയുന്നത്. ഒന്ന്, യേശു തൻ്റെ ദൗത്യം, തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. രണ്ട്, തൻ്റെ സാന്നിധ്യം ഇനി വചനങ്ങളിലൂടെയും തിരുവത്താഴ ശുശ്രൂഷയിലൂടെയും സഭ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരിലുള്ള അജ്ഞതയും ഭയത്തെയും അകറ്റുവാൻ സഹായിച്ചത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത വചനവും ആ അപ്പം നുറുക്കൽ ശുശ്രൂഷയുമായിരുന്നു. അതാണ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിന്റെ സാക്ഷികളായി മാറുവാൻ ഈ അനുഷ്ഠാനങ്ങൾ, ഈ ശുശ്രൂഷകൾ അവർക്ക് കൃപയും ശക്തിയുമായി തീർന്നു. നമ്മുടെ ആരാധനയുടെ മഹത്വം ഇത് തന്നെയാണ്. അദൃശ്യമായ ദൈവ സാന്നിധ്യത്തിന്റെ ദൃശ്യമായ ദൈവാനുഭവമാണ് ദൈവവചനവും തിരുവത്താഴ മേശയും എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ഏറ്റവും ആരാധനയുടെ ഏറ്റവും അനുഗ്രഹവും അത് തന്നെയാണ്. അതുകൊണ്ട് അന്ധകാര സാഹചര്യങ്ങളിലും ഈ ദൈവവചനവും വിശുദ്ധ സംസർഗ ശുശ്രൂഷയും നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം ഓരോ ദിവസവും നമ്മുടെ ജീവിത രംഗങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മളുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണ വാചകങ്ങൾ ഒന്നിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചു പിന്നെയും ഉയർത്തെഴുന്നേറ്റു. സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് മറ്റുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാർ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യവും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജനാച്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കുള്ളതാകുന്നു. ആമേൻ.
ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ദൈവജനത്തിന്റെ മരുഭൂപ്രയാണത്തിൽ മേഘത്തിലും അഗ്നിയിലും ഇടേ സാന്നിധ്യം നൽകിയ സർവവ്യാപിയായ ദൈവമേ, ഏകാന്തതയിലും നിരാശയിലും അസ്വസ്ഥതയിലും ഞങ്ങൾ ദിനംതോറും ബഹുദൂരം സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോടുകൂടെ നടക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. നിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ധൈര്യപ്പെടുത്തി ഞങ്ങൾക്ക് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടി നീതിയുടെ പ്രതിഫലം പ്രാപിക്കുവാൻ കൃപയറണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദേവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ നോക്കുകയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെയും നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെ യാതൊരു ആപത്തിലും അകപ്പെടാതെ നിന്റെ മുമ്പാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? സർവകൃപാലുവായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ വർദ്ധിക്കുന്നത് നിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി ജീവിതത്തിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിക്കുവാൻ ഇടയായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ഈ സമയത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നുവരെ നടത്തിയ ദൈവത്തിൽ നന്ദി അർപ്പിക്കുവാൻ ഇനിയും നടത്തുവാൻ ദൈവം മതിയായവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും നിന്നിൽ ശരണപ്പെടുവാനും കർത്താവേ, ഞങ്ങളുടെ പ്രിയമുള്ളവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ പതറിപ്പോകാൻ നിൽക്കുവാൻ കൂടെ സഞ്ചരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാൻ സഹായിക്കണം നാഥ. ആയിരിക്കുന്നിടങ്ങളിൽ നിന്റെ കൃപയുടെ കാവൽ നൽകി വഴി നടത്തുവാൻ ഇഷ്ടമുണ്ടാകുമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. നമ്മളുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ശാരീരിക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൂരസ്ഥലങ്ങളിലായിരിക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രത്യേകമായ കാലഘട്ടങ്ങളിൽ ജീവിത പ്രതിസന്ധികൾ നേരിടുന്ന ഏവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ, മറ്റ് സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ഏകാന്തതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.
സാമ്പത്തികമായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി ദൈവസേനയെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ മഹാടുകയും നമ്മളുടെ മഹാടു ബിഷപ്പിനെയും നമ്മളുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പട്ടക്കാരെയും ദൂരസ്ഥലങ്ങളിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസേനയെ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് 1-2 നിമിഷങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്ത് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് ഒത്തുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കന്യകളെയും പിതാവേയും അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മകൾക്കായിട്ടും ആർദ്രകന്യകൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാത്മ്യവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് അതിനെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായക്കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നത് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ നാൾവയ്ക്കുകയും വിശുദ്ധിയോട് നീതിയോട് മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലുമുള്ള സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കന്യകളെയും കുറിച്ചുള്ളതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്കും വിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇന്നും ഈ ആരാധന വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കാണുകയല്ല, അതിനേക്കാൾ ഉപരി ഇതിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇത് നമുക്ക് സാധ്യമാക്കി തരുന്നത് പ്രിയപ്പെട്ട സത്യപ്രകാശിന്റെ സേവനം കൊണ്ടാണ് എന്നുള്ളത് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. നമ്മളുടെ ഏവരുടെയും പേരുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യും. പൊതു ആരാധന ഇപ്പോൾ നമുക്ക് അപരിചിതമല്ല. മാറ്റിൻ സർവീസ് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് വീടുകളിൽ എടുക്കുന്നത് തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായിരിക്കും. ആദിമ നൂറ്റാണ്ടിൽ വീടുകളിലെ സഭയായിരുന്നു സഭ എന്നുള്ളത് നാം ഒന്നുകൂടെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടെ ഞാൻ കരുതുന്നു. 2 കാര്യങ്ങൾ സഭാംഗങ്ങളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചത്, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ആരംഭിച്ച കുടുംബ പ്രാർത്ഥന ലോക്ക്ഡൌണിന് ശേഷവും നിർത്തിക്കളയുന്നു. അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ഈ കാലങ്ങളിൽ നമ്മളുടെ കുടുംബാംഗങ്ങളോടൊത്ത് നാം സമയം ചെലവഴിച്ചു. അത്രയും സമയം നമുക്ക് ചെലവഴിക്കുവാൻ സാധ്യമല്ല എങ്കിൽ പോലും ലോക്ക്ഡൌണിന് ശേഷവും കുടുംബാംഗങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുവാൻ ഏവർക്കും സാധിക്കും. ഈ 2 കാര്യങ്ങൾ നാം ഏവരും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഈ COVID-19 ആ വൈറസിന്റെ ആക്രമണം മൂലം നമ്മളൊക്കെ പ്രതിസന്ധിയിലാണ് എങ്കിൽ പോലും കുറേ കുടുംബങ്ങളെങ്കിലും ഈ 1 മാസത്തിലധികം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മരുന്ന് വാങ്ങുവാനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്ക് പണമില്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കും. എന്നാൽ നമ്മളുടെ സഭാംഗങ്ങൾ ആരെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കുന്നുവെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ
സാമ്പത്തികമായ പ്രതിസന്ധി നേരിടാത്ത കുടുംബങ്ങൾ, അവർക്കുള്ളതിൽ കുറച്ചെങ്കിലും ഈ ആവശ്യത്തിന് വേണ്ടി നൽകി തരുന്നെങ്കിൽ, ഇല്ല എങ്കിൽ അതിനൊരു വാഗ്ദാനം എനിക്ക് എന്നെ അറിയിക്കുന്നുവെങ്കിൽ ആ തുകയുടെ ചേർത്ത് നമ്മളുടെ സഭാംഗങ്ങൾക്കും ചുറ്റുവട്ടത്തിലുള്ളവർക്കും നൽകുവാൻ സാധിക്കും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ സഭാംഗങ്ങളായിരുന്ന പോട്ടുകടവിൽ റെജി സ്റ്റീഫനും പുന്നത്തറ ജേക്കബ് കുട്ടിയും നിര്യാതരായ സംഭവം നമ്മളൊക്കെയും അറിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജേക്കബ് കുട്ടി നമ്മുടെ ബെഞ്ചമിൻ ബേലി ഹോളിൻ്റെ കെയർ ടേക്കറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഈ വേദനപ്പെടുന്ന കുടുംബങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അധികം താമസിക്കാതെ നമ്മുടെ ആലയത്തിലേക്ക് വന്ന് ദൈവത്തെ ഒന്നിച്ചാരാധിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു എന്ന് കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും ഞങ്ങൾക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 251 കീർത്തനം, ആദ്യത്തെ 3 ചരണങ്ങൾ. ഹിം നമ്പർ 251.
കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ